വന്യമൃഗശല്യത്തിനും വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി വാർഡ് തല യോഗം നടത്തി. തെന്മല നാഗമല വാർഡിലാണ് പൊതുജനങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് യോഗം നടത്തിയത്. വന്യമൃഗങ്ങൾ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സോളാർ വേലികളും ആനക്കിടങ്ങുകളും നിർമ്മിക്കുമെന്ന് DFO അറിയിച്ചു. തെന്മല നാഗമല വാർഡിലെ പൊതുജനങ്ങളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചാണ് വാർഡ് തല യോഗം സംഘടിപ്പിച്ചത്. വാർഡിലെ വന്യമൃഗശല്യത്തിനും വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന്റെ ഭാഗമായായിരുന്നു യോഗം. C. അജയപ്രസാദ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സതീശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷെഹുബാനത്ത് സ്വാഗതം പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സിബിൽ ബാബു വിഷയം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ടോം, ഗ്രാമപഞ്ചായത്ത് അംഗം ശാലിനി മോൾ, പുനലൂർ DFO YM ഷാജികുമാർ, പത്തനാപുരം റേഞ്ച് ഓഫീസർ S. അനീഷ്, ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ സനോജ, എസ്റ്റേറ്റ് മാനേജർ ഷിജിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളുടെയും നാഗമല വാർഡിലെ പൊതുജനങ്ങളുടെയും പരാതികളും ആശങ്കയും പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് C. അജയപ്രസാദ് MLA യോഗത്തെ അറിയിച്ചു. യോഗം വിളിച്ചതിന്റെ കാര്യത്തെ സംബന്ധിച്ചൊക്കെ DFO ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങളുടെയൊക്കെ ആശങ്ക അകറ്റത്തക്ക നിലയിലുള്ള ഒരു ചർച്ചയും അതിനാവശ്യമായിട്ടുള്ള പരിഹാരവും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകും. സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞതിനൊക്കെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. അതില് ഇവിടെ സൂചിപ്പിച്ച് കാടുവെട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, DFO പറഞ്ഞു. അതിനകത്ത് സംശയം പറഞ്ഞ ഇന്ത്യയുടെ സംശയം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സംശയത്തിന്റെ കാര്യമില്ല. അത് ജനിക്കാൻ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 മീറ്റർ ഒരു സൈഡിൽ നിന്ന് 2 സൈഡാകുമ്പോൾ 20 മീറ്റർ. 20 മീറ്റർ കാട് വെട്ടുക എന്നുള്ളതാണ് തീരുമാനം. ഇത് കോൺട്രാക്ട് കൊടുക്കുമല്ലേ, ടെൻഡർ. ആ ടെൻഡർ എടുത്ത് ഒരാളെ ചെയ്യുമ്പോൾ വല്ലപ്പോഴും അതിനെ കൂടെ അല്ലേ പോകുന്നത് നോക്കണം. 10 മീറ്റർ ഉണ്ടോ, ഒരു ടേപ്പ് പോയിട്ട് പോയാൽ മതി. അനുഭവം അത് വെട്ടാറില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ് 2 അടി കൂടുതൽ വെട്ടത്തില്ല. അതുപോലെ ആ ടെൻഡർ അനുസരിച്ച് 10 മീറ്റർ വെട്ടുക എന്നുള്ളതാണ് ടെൻഡർ. അതനുസരിച്ചാണ് ടെൻഡർ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം 5 മീറ്ററാണ്, ഇപ്പൊ 10 മീറ്ററാണ്. 10 മീറ്റർ ഉണ്ടോ എന്നുള്ളത് നമുക്കും കൂടെ പരിശോധിക്കാമല്ലോ. അതിനകത്ത് തർക്കിക്കേണ്ട കാര്യമില്ല. അതെന്തായാലും നമ്മൾ നോക്കണം. നോക്കിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. അതല്ല, അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആവശ്യമായ നടപടിയിലേക്ക് പോകാം. യോഗ തീരുമാനങ്ങൾ മാമ്പഴത്തറ ട്രൈബൽ ഉന്നതി, മാമ്പഴത്തറ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഭാഗത്തും മാമ്പഴത്തറ ട്രൈബൽ ഉന്നതിയിലും ആനക്കിടങ്ങുകൾ സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. മാമ്പഴത്തറയിലെ സോളാർ ഫെൻസിങ്ങുകൾ പ്രവർത്തനക്ഷമമാക്കും. ഉപ്പുകുഴി മാമ്പഴത്തറ റോഡിന്റെ ഇരുവശത്തുമുള്ള കാടുകൾ 10 മീറ്റർ വീതിയിലെടുക്കും. തെന്മല റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന നാഗമലയിൽ നേരത്തെ വലിച്ച സോളാറിന്റെ തുടർച്ച 2 കിലോമീറ്റർ കൂടി സോളാർ വേലി വലിക്കാൻ തീരുമാനിച്ചു. ഉപ്പുകുഴി മാമ്പഴത്തറ റോഡിന് ആദ്യം അനുവദിച്ച 30 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെന്നും ബാക്കിയുള്ള ഭാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തുമെന്നും കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും MLA അറിയിച്ചു. മാമ്പഴത്തറ അംഗനവാടി നവീകരിക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. വന്യമൃഗങ്ങൾ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സോളാർ വേലികളും ആനക്കിടങ്ങുകളും നിർമ്മിക്കുമെന്ന് DFO അറിയിച്ചു. പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് നാഗമല വാർഡ്. എന്ന് പറഞ്ഞാൽ വന്യമൃഗ ശല്യവും ഏറ്റവും അതിരൂക്ഷമായി ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വന്യമൃഗ ശല്യം. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് നമ്മുടെ ഈ വാർഡ് തലത്തിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഒരു അവലോകന യോഗം എന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട MLAയുടെ ശ്രദ്ധയിൽ വിഷയം പറയുകയും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പരിപാടി ഇവിടെ ഈ അവലോകന യോഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ മാമ്പഴത്തറ നാഗമല കുറവന്താളം പ്രദേശത്തെ വന്യമൃഗ ശല്യത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മാമ്പഴത്തറ കുറവന്താളം പ്രദേശം, നാഗമല പ്രദേശത്ത് നമുക്ക് നിരവധി വന്യമൃഗങ്ങളുടെ ശല്യം നമ്മുടെ ജനങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് ഈ കാലക്രമേണ മോശമായി പോയതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും പൂർണ്ണ സംരക്ഷണം നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. യോഗത്തിൽ മാമ്പഴത്തറ VSS പ്രസിഡന്റ് ബാബുരാജ് നന്ദി പറഞ്ഞു. പൊതുവായിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും, അതിലൊരു സംശയം വേണ്ട. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാം. പിന്നെ ഓലപ്പാറ ഭാഗത്ത് നമ്മൾ കുറച്ച് ഇപ്പോൾ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, പഴയ MLA കുറച്ച് ഫണ്ട്, അത് RKVY സ്കീമാണ്. കൊല്ലം ജില്ലയ്ക്ക് 1,40,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയ്ക്ക്.
അതിൽ ഈ പുനലൂർ മണ്ഡലത്തിൽ തന്നെ ഏകദേശം 3 വർക്കുണ്ട്. അതിൽ ഒരു വർക്ക് അതിൻ്റെ കാട് വെട്ടുന്ന ജോലി കുളത്തുപ്പുഴ പൂമ്പാറയിൽ തുടങ്ങിയിട്ടുണ്ട്. 2.5 കിലോമീറ്റർ, അവിടെ 5 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഓലപ്പാറ ചെറുകടവ് തൂക്കുവേലിയാണ്. ഇത് കുളത്തുപ്പുഴ ഉള്ളത് 5 കിലോമീറ്റർ തൂക്കുവേലിയാണ്. പിന്നെ ഓലപ്പാറയുള്ളത് തൂക്കുവേലിയാണ്. ഒരു വർക്ക് കൂടെ ഉണ്ട്. അത് അതുകൊണ്ട് കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ അത് പിറവന്തൂർ പഞ്ചായത്തിൽ ഒരു വർക്ക് കൂടെ ഉണ്ട്. അങ്ങനെ 4 വർക്കിനായിട്ടാണ് 1,40,00,000 രൂപ RKBY സ്കീമിൽ അനുവദിച്ചിട്ടുള്ളത്. നമ്മളെ വർക്കെല്ലാം ഞങ്ങൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു, ഒരെണ്ണം തുടങ്ങിയും കഴിഞ്ഞു. നമ്മുടെ ഇവിടെ മാമ്പഴത്തറ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ മാമ്പഴത്തറ 2ാം വാർഡ് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന ഒരു വാർഡായിട്ടാണ് നമുക്ക് അറിയാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആന, പുലി അങ്ങനെ എല്ലാ തരത്തിലെയും മൃഗങ്ങളുടെ ഒരു ശല്യം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത്തരത്തിലൊരു സമയത്താണ് നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA കണ്ട് നമുക്ക് ഇതിനിവിടെ ഒരു യോഗം വിളിക്കണം എന്ന് പറയുകയും സാറ് സന്തോഷപൂർവ്വം അതിനൊരു സമയം തരാം, നിങ്ങൾ വിളിച്ചു ചേർക്കുന്ന എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.